സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ തട്ടിപ്പ് വ്യാപകമാകുകയാണ്. മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശങ്ങളും നിരന്തരമായി നൽകിയിട്ടും തട്ടിപ്പുകാർ യഥേഷ്ടം വിഹരിക്കുകയാണ്. നെയ്യാറ്റിൻകര സ്വദേശിനിയായ വീട്ടമ്മയാണ് ഇത്തവണ തട്ടിപ്പിന് ഇരയായത്. പുതിയ രീതികളിലൂടെ കൂടുതൽ പേരെ ഇരകളാക്കുകയാണ് തട്ടിപ്പ് സംഘം. ഒരു റിപ്പോർട്ട് കാണാം. പലതവണ വാർത്തയായിട്ടുള്ളതാണ്. ബോധവൽക്കരണങ്ങളേറെ നടത്തിയിട്ടുണ്ട്. ഓൺലൈൻ തട്ടിപ്പുകൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അനുഭവങ്ങളേറെ ഉണ്ടായിട്ടും പഠിക്കുന്നില്ല മലയാളികൾ വീണ്ടും പറ്റിക്കപ്പെടുകയാണ്. ഓൺലൈൻ തട്ടിപ്പിനിരയാകുന്നവരിൽ കൂടുതൽ പേരും മലയാളി വീട്ടമ്മമാരും യുവാക്കളുമാണെന്നതാണ് യാഥാർത്ഥ്യം. ഓൺലൈൻ തട്ടിപ്പുകളിൽ മലയാളിക്ക് ശരാശരി 5 കോടി രൂപയെങ്കിലും ഒരു മാസം നഷ്ടപ്പെടുന്നുവെന്നതാണ് അനൌദ്യോഗിക കണക്ക്. ദിവസവും 50ഓളം ഓൺലൈൻ തട്ടിപ്പുകൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ലഭിക്കുന്ന പരാതികളുടെ എണ്ണം നന്നേ കുറവാണ്. നാണക്കേടും ഭയവും മൂലമാണ് ഇരയായവരിൽ കൂടുതൽ പേരും പരാതിപ്പെടാൻ മടിക്കുന്നതെന്നാണ് പോലീസിന്റെ ഭാഷ്യം. ഇങ്ങനെ പരാതി വൈകുന്നത് മൂലം പണം തിരിച്ചുപിടിക്കാനുള്ള സാധ്യതയും മങ്ങുകയാണ്. നെയ്യാറ്റിൻകര സ്വദേശിനിയായ വീട്ടമ്മയ്ക്ക് 4.40 ലക്ഷം രൂപയാണ് കഴിഞ്ഞ ദിവസം ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായത്. വീട്ടിലിരുന്നും പണമുണ്ടാക്കാമെന്ന മോഹന വാഗ്ദാനം നൽകിയും ചെയ്യുന്ന ചെറിയ ജോലികൾക്ക് പണം നൽകി വിശ്വാസമാർജിച്ചെടുത്തുമാണ് തട്ടിപ്പിനിരയാക്കിയത്. വാട്സാപ്പിലൂടെ ആദ്യം സന്ദേശമയച്ചു, പിന്നീട് ചെറിയ ജോലികൾക്ക് പണം നൽകി. ശേഷം പ്രീപെയ്ഡ് ടാസ്ക് എന്ന പേരിൽ പണം ആവശ്യപ്പെട്ട് പണം തട്ടിയെടുത്തു. വാട്സാപ്പിലൂടെ സന്ദേശമയച്ച് വരുതിയിലാക്കിയതിനു ശേഷം ടെലഗ്രാം അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തട്ടിപ്പ് നടത്തുകയാണ് പുതിയ രീതി. അയച്ച പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ കൂടുതൽ പണം നിക്ഷേപിക്കണമെന്നാണ് ആവശ്യം. ഗത്യന്തരമില്ലാതെ ഒടുവിൽ പോലീസിൽ പരാതി നൽകേണ്ടി വന്നു വീട്ടമ്മയ്ക്ക്. ഇങ്ങനെ ഇഷ്ടംപോലെ ഒന്നാമത്തെ കാര്യം ഇങ്ങനെയുള്ള ഇതിൽ വീഴുന്ന ആൾക്കാരെ അത് ശരിക്കും അവരെ മിസ്റ്റേക്കാണ്. നമ്മൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട് ഇങ്ങനെയുള്ള സൈബർ ക്രൈമുകൾ ഒരുപാട് വർദ്ധിച്ചു. എന്നിട്ട് വീണ്ടും നമ്മൾ അതിൽ ചെന്ന് ചാടുന്നുണ്ട് പലരും. ഇങ്ങനെ മലയാളികളെ പറ്റിച്ച് തട്ടിയെടുക്കപ്പെടുന്ന പണം മുഴുവനും ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വ്യാജ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് പോകുന്നത്. പരാതി പരിശോധിച്ച് പണം എത്തിയ അക്കൌണ്ട് കണ്ടെത്തുമ്പോഴേക്കും പണം പിൻവലിക്കുകയോ ഇ വാലറ്റുകളിലേക്ക് മാറ്റുകയോ ചെയ്തിരിക്കും. ഇത്തരത്തിലുള്ള 2500-ലധികം അക്കൌണ്ടുകളാണ് സംസ്ഥാന സൈബർ ഓപ്പറേഷൻസ് വിഭാഗം തിരിച്ചറിഞ്ഞിട്ടുള്ളത്. എന്നാൽ സാങ്കേതിക കുരുക്കുകൾ കൊണ്ടോ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ഈ പ്രതികളെ കൃത്യമായി കണ്ടെത്താനും കഴിയുന്നില്ല പോലീസിന്. ഓൺലൈൻ തട്ടിപ്പുകൾ പലവിധമാണ്. ഓരോ രീതി പൊളിയുമ്പോഴും പുതിയ രീതിയുമായി തട്ടിപ്പുകാർ രംഗത്തെത്തും. സാമൂഹ്യ മാധ്യമങ്ങളടക്കം കൂട്ടുപിടിച്ചുകൊണ്ട് പ്രീപെയ്ഡ് ടാസ്ക് എന്നതാണ് പുതിയ രീതി. ഇതിലേറെയും ഇരയാകുന്നത് വിദ്യാഭ്യാസമുള്ളവരാണെന്നുള്ളതാണ് ഏറെ ആശ്ചര്യകരം. തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ, 24. പൊതുജനം കഴുതയല്ല സാർ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.